ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെൻട്ര ലേണിംഗ്. അപ്പം നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന സോഷ്യലിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻവെൻഷൻ ത്രൂ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിൽ നമുക്ക് ഇന്ന് ഇവിടെ എടുക്കാനുള്ളത് കുറേയേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം നമുക്കതൊന്നുകൂടി ഡിസ്കസ് ചെയ്യാം. അത് ടേക്ക് പോയതാട്ടോ, അതുകൊണ്ടാണ് ഒരു ടേക്ക് പോയിട്ടുണ്ട്. സോ റീടേക്ക് ആണ്. യെസ്, അപ്പം നമ്മൾ ഇന്ന് ആർജവത്തോടെ തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വൈ ഡിഡ് എന്തുകൊണ്ടാണ് why did the Portuguese search for a sea route to India? എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കടൽ മാർഗം കണ്ടെത്താൻ ശ്രമിച്ചതിന്റെ പ്രധാന കാരണമായിരുന്നു ചോദിച്ചത്. എന്താണ്, ക്രിസ്ത്യാനിറ്റി മാത്രമാണോ? അല്ല. ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ മാത്രമല്ല, സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിലെ അറബ് വെനീഷ്യൻ ഇടനിലക്കാരെ ഒഴിവാക്കാൻ. അല്ലേ? അത് നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. എന്താണ്, ടു അവോയ്ഡ് അറബ് ആൻഡ് വെനീഷ്യൻ മിഡിൽ മാൻ ഇൻ ദ സ്പൈസ് ട്രേഡ്. അന്നേരം അതാണ് അതിന്റെ ആൻസർ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, വാസ്കോ ഡ ഗാമ ലാൻഡഡ് അറ്റ്. എവിടെയാണ് വാസ്കോ ഡ ഗാമ എത്തിയതെന്നാണ് ചോദ്യം. കൊച്ചിയാണോ? അല്ല. ഗോവയല്ല, കാപ്പാടാണ്. കാപ്പാട് കടപ്പുറത്താണ് വാസ്കോ ഡ ഗാമ എത്തിയത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റൂളേഴ്സ് ഓഫ് കോഴിക്കോട് ഡ്യൂറിങ് വാസ്കോ ഡ ഗാമ അറൈവിംഗ്. വാസ്കോ ഡ ഗാമ എത്തിയ സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു? രാജാവ് ഓഫ് കൊച്ചിയാണോ? അത് കൊച്ചി രാജാവാണ്. ഓക്കെ. സാമൂതിരിയാണ്. കറക്റ്റ് ആൻസർ സാമൂതിരിയാണ്. തിരുവിതാംകൂർ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിച്ചായിരുന്നു. കോലോത്തിരി അക്കാലത്ത് കേരളത്തിൽ ഇല്ലായിരുന്നു തോന്നുന്നു കേട്ടോ, ഉറപ്പില്ലേ, നോക്കണം. The main reason of the conflict between the Portuguese and Samudrian was. പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? ഒരു സംഘർഷത്തിന്റെ ഒരു കാരണം ഉണ്ടാവും. ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണം എന്തായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചത്. റിലീജിയസ് ഡിഫറൻസ് ആണോ? അല്ല. മതപരമായിട്ടുള്ള ഒരു പ്രശ്നവും അന്ന് അവിടെ ഉണ്ടായിരുന്നിട്ടില്ല. സാമുദ്രിയൻസും പോർച്ചുഗീസിന്റെയും കേസാണ് ഈ ഒരു കേസിന് മാത്രം. അല്ലാണ്ട് കേരളത്തിൽ കുറെ മതപ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സക്സസ് ഡിസ്പ്യൂട്ട്, അവകാശ തർക്കമായിരുന്നു? അല്ല. മോണോപ്പൊളി ഓവർ സ്പൈസ് ട്രേഡ്, സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിലെ ഏകാധിപത്യം, അതായിരുന്നു അതിന്റെ കാരണം. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിലെ ഏകാധിപത്യം, മോണോപ്പൊളി ഓവർ സ്പൈസ് ട്രേഡ്. ഓക്കെ. വിച്ച് കുഞ്ഞാലി മരക്കാർ വാസ് ക്യാപ്ചേർഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ബൈ പോർച്ചുഗീസ്. പോർച്ചുഗീസുകാര് പിടികൂടി വധിച്ച കുഞ്ഞാലി മരക്കാർ ആരായിരിക്കുന്നു? കുഞ്ഞാലി മരക്കാർ 1 അല്ല, 2 അല്ല, 3 അല്ല, 4-മനാണ്. കുഞ്ഞാലി മരക്കാർ 4-മൻ. ഓക്കെ. Which European power first defeated the Portuguese in Kerala? കേരളത്തിൽ പോർച്ചുഗീസുകാരെ ആദ്യമായി പരാജയപ്പെടുത്തി യൂറോപ്യൻ ശക്തി ഏത്? ബ്രിട്ടീഷ് ആണോ? അല്ല. ഫ്രഞ്ച് ആണോ? അല്ല. ഡച്ച് ആണ്. ഓക്കെ. ഇതിന് ഞാനൊരു കോഡ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതിനുള്ള കോഡ് പിടിച്ചോ. അപ്പം പിടിച്ചോ. പോ ഡ ബീഫ് ഫ്രൈ. പോർച്ചുഗീസുകാരാണ് ആദ്യം എത്തിയത്. അപ്പം പോർച്ചുഗീസ് ആണ്. പോർച്ചുഗൽ, ഡച്ച്, ബ്രിട്ടൻ, ഫ്രാൻസ്. ഇങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത്. പോടാ ബീഫ് ഫ്രൈ. കോഡ് മറക്കരുത്. പോടാ ബീഫ് ഫ്രൈ.
ഓക്കെ. ദ ബാറ്റിൽ ഓഫ് പ്ലാസി വാസ് 14. പ്ലാസി യുദ്ധം നടന്നത് ഏത് വർഷമാണ്? പ്ലാസി യുദ്ധം നടന്നത്? ഏതാണ് പറ. 1498 അല്ല, പകരം ഏതാണ്? 1757 1757 ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. ഹൂ ഡിഫീറ്റഡ് ഇൻ ബാറ്റിൽ ഓഫ് പ്ലാസി? പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ആരായിരുന്നു? മിർജാഫർ ആണോ അല്ലെങ്കിൽ സിറാജുദ്ദൗളയാണോ? ഷാ ആലം രണ്ടാമനാണോ? ടിപ്പു സുൽത്താനാണോ? ആരാണ്? മിർജാഫർ ഖാൻ അല്ല, നമുക്കറിയാം. ഷാ ആലമും അല്ല, ടിപ്പു അല്ല. അപ്പൊ ആരാണുള്ളത്? സിറാജുദ്ദൗളയാണ്. അപ്പൊ ദ ബാറ്റിൽ ഓഫ് ബക്സാർ യുദ്ധം നടന്നത് ഏത് വർഷമാണ്? ബക്സാർ യുദ്ധം 9ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ബക്സാർ യുദ്ധം ആണ് ചോദിച്ചിട്ടുള്ളത്. ബക്സാർ നമുക്ക് പഠിക്കാനുള്ള പ്ലാസിയും ബക്സാറും ആണ്. പ്ലാസി എടാ, ഈ ചാപ്റ്ററിന് 48,000 രൂപയുടെ സ്കോളർഷിപ്പിൽ ഈ ചാപ്റ്ററിന് ഈ പറഞ്ഞ ഒരു 46 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 46 ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിന്റെ ഏകദേശം ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടിയാൽ തന്നെ നല്ല സുഖമായിട്ട് പുഷ്പം പോലെ 1-2 ക്വസ്റ്റ്യൻസ് ആയി ഈ ചാപ്റ്ററിന് വരിക. ചിലപ്പോൾ വന്നില്ല എന്നും വരും. കഴിഞ്ഞ കൊല്ലങ്ങളിൽ എന്താണ് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അപ്പൊ ഈ വർഷം 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം നോക്കി വെച്ചോ. ദ ബാറ്റിൽ ഓഫ് ബക്സാർ വാസ് 14. ബക്സാർ യുദ്ധം നടന്നത് ഏത് കൊല്ലമാണ്? 1757 1764 1792 1809 കറക്റ്റ് ആൻസർ ഏതാ? കറക്റ്റ് ആൻസർ 1764 1764. ഓക്കെ. ഹൈദർ അലി വാസ് ദ റൂളർ ഓഫ്. ഹൈദർ അലി ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു? നാട്ടുരാജ്യാണ്. ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയാണോ? ബംഗാളാണോ? അല്ല. ട്രാവൻകൂർ, തിരുവിതാംകൂർ അല്ല. അവാദ് അല്ല. മൈസൂരാണ് കറക്റ്റ് ഉത്തരം. മൈസൂരിലായിരുന്നു ഹൈദർ അലി ഭരിച്ചിരുന്നത്. ടിപ്പു സുൽത്താൻ മരണമടഞ്ഞത് ഏത് യുദ്ധത്തിലായിരുന്നു? 4th ആംഗ്ലോ മൈസൂർ വാർ അല്ലേ? ബാറ്റിൽ ഓഫ് ബക്സാർ അല്ല, പ്ലാസിയോ അല്ല. 3rd ആംഗ്ലോ മറാത്ത വാർ അല്ല, മൈസൂർ വാർ. സിമ്പിൾ ആണ്. പഴശ്ശിരാജ മെയിൻലി ഫോളോ വിച്ച് വാർഫെയർ സ്ട്രാറ്റജി? പഴശ്ശിരാജ പ്രധാനമായും ഏത് യുദ്ധതന്ത്രമാണ് സ്വീകരിച്ചത്? ഏത് യുദ്ധതന്ത്രമാണ്? നേവലാണോ? അല്ല. തുറന്നതാണോ? അല്ല. ഗൊറില്ലയാണ് അല്ലെ? ഗൊറില്ല വാർഫെയർ, ഗൊറില്ല യുദ്ധമുറകളായിരുന്നു. അവർക്കതിനു വേണ്ടി ഒരു സൈന്യം തന്നെ ഉണ്ടായിരുന്നു. പഴശ്ശിരാജന്റെ കീഴിൽ പരിശീലിച്ച ഒരു കിഡ്ലം സൈന്യമായിരുന്നു അവര് മറഞ്ഞിരുന്ന് ആക്രമിക്കുന്ന രീതിയായിരുന്നു അവർക്ക്. ഓക്കെ. ഹൂ ഇഷ്യൂഡ് ദ കുണ്ട്ര പ്രൊക്ലമേഷൻ? കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? കുണ്ടറ വിളംബരം പഴശ്ശിരാജയാണോ? അല്ല. വേലുത്തമ്പി ദളവയാണോ? അതെ, വേലുത്തമ്പി ദളവയാണ്. ഹൈദർ അലി രാജാവായിരുന്നു. കുഞ്ഞാലി മരക്കാർ മരിച്ചതാണ്. ഓക്കെ, അന്നേരം വേലുത്തമ്പി ദളവയായിരുന്നു അത്. ദ ഇൻഡിഗോ റിവോൾട്ട് വാസ് മെയിൻലി അഗൈൻസ്റ്റ്. നീലകൃഷി കലാപം പ്രധാനമായും എന്തിനെതിരെയായിരുന്നു? നീലകൃഷി കലാപം. ഈ കലാപം നിങ്ങൾ ആലോചിച്ച് നോക്കുക. നീലകൃഷി കലാപം അല്ലെങ്കിൽ ഇൻഡിഗോ റിവോൾട്ട്. ഇതൊരു ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. എന്തിനെതിരെയായിരുന്നു? ഹെവി ടാക്സേഷൻ, അമിത നികുതിക്കെതിരെയായിരുന്നു. അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഇൻഡിഗോ കൾട്ടിവേഷൻ, നിർബന്ധിത നീലകൃഷിക്കെതിരെയായിരുന്നു. റിലീജിയസ് കൺവേർഷൻ, പരിവർത്തനം. ഫോറസ്റ്റ് ലോ, വന നിയമങ്ങൾ. എന്തിനായിട്ടുള്ള നിർബന്ധിത നീലകൃഷി അഥവാ ഫോഴ്സ്ഡ് ഇൻഡിഗോ കൾട്ടിവേഷനെതിരെയായിരുന്നു അത്. അപ്പം സാന്താൾ റിവോൾട്ട് വാസ് ലെഡ് ബൈ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്?
ആരാണോടാ? ഹിന്ദു ആൻഡ് കാൻഹു ആണോ? പഴശ്ശിരാജയാണോ? വേലുത്തമ്പിലിറവയാണോ? അല്ലെ ടിപ്പു സുൽത്താനാണോ? ആരാണ്? സിന്ധുവും കാൻഹുവുമാണ് ഈ ഒരു ഇതിന് എന്താണ് നേതൃത്വം നൽകിയിട്ടുള്ള സിന്ധുവും കാൻഹു ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ? ശരിയായ കാലക്രമം ഏതാണ്? വാസ്കോഡഗാമ പ്ലാസി ബക്സാർ കുണ്ട്രയാണോ? ആണോ? വാസ്കോഡഗാമ പ്ലാസി ബക്സാർ കുണ്ട്ര. പ്ലാസി വാസ്കോഡഗാമ ബക്സാർ കുണ്ട്ര അല്ല. വാസ്കോഡഗാമ വന്നതിന് ശേഷമാണ് നടന്നത്. അപ്പൊ ഫസ്റ്റത്തെ ഓപ്ഷൻ വാസ്കോഡഗാമ പ്ലാസി ബക്സാർ കുണ്ട്ര ഈ ഒരു ഓപ്ഷൻ ആണ് അതിൽ കറക്റ്റ്. വിച്ച് പെയർ ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? വാസ്കോഡഗാമ കാപ്പാടാണ് ഇറങ്ങിയത്, അന്നേരം അത് ശരിയാണ്. കുഞ്ഞാലി മരയ്ക്കാർ സമൂര്യൻ, അതും ശരിയാണ്. ടിപ്പു സുൽത്താൻ മൈസൂരായിരുന്നു. പഴശ്ശിരാജ ട്രാവൻകൂർ അല്ല, ഇതാണ് തെറ്റ്. പഴശ്ശിരാജ ട്രാവൻകൂർ അല്ല. ഓക്കെ, അപ്പൊ അടുത്ത് വിച്ച് മൂവ്മെന്റ് വാസ് മെയിൻലി അഗെയിൻസ്റ്റ് ലാൻഡ് ഓർഡർ ആൻഡ് മണി ലെൻഡേഴ്സ്? ഭൂവുടമകൾക്കും പണമിടപാടുകൾക്കും എതിരായി പ്രധാന പ്രസ്ഥാനം ഏത്? ഇൻഡിഗോ റിവോൾട്ട് അല്ല, അത് നമ്മൾ നേരത്തെ പഠിച്ചു. സാന്താൾ റിവോൾട്ട് ആണോ? അല്ലെങ്കിൽ മാപ്പിള റിവോൾട്ട്, ഷിപ്പായി കലാപം എന്താണ്? ബ്രിട്ടീഷിലെ ഷിപ്പായി എന്ന് പറഞ്ഞ സേനാ വിഭാഗം ഉണ്ടായിരുന്നു. അവർക്ക് എന്താണ് അവരെ കൊണ്ട് മറ്റേ പശുവിന്റെ ഒരു ഇതുണ്ട്, കൊഴുപ്പ് വെച്ചുണ്ടാക്കിയ ബുള്ളറ്റുകളായിരുന്നു. ബുള്ളറ്റ് ഈ ഗണ്ണിൽ യൂസ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഷിപ്പായി കലാപം. മീനകൃഷിയല്ല. അപ്പൊ എന്താണ്? സാന്താൾ കലാപമാണ് ശരിയുത്തരം. വിച്ച് റെസിസ്റ്റൻസ് ലീഡർ ഈസ് അസോസിയേറ്റഡ് വിത്ത് നേവൽ വാർഫെയർ? നാവിക യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രതിരോധ നായകൻ ആരാണ്? കണ്ണും പൂട്ടി പറയാം, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാറാണ് നേവൽ വാർഫെയറിന്റെ റെസിസ്റ്റൻസ് ലീഡർ. ഓക്കെ, ദ ഇമ്മീഡിയറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസ് ഇൻ ഇന്ത്യ വാസ്? ഇന്ത്യയിലെ യൂറോപ്യൻ വ്യാപാര കമ്പനികളുടെ ആദ്യ ലക്ഷ്യം എന്തായിരുന്നു? പൊളിറ്റിക്കൽ റൂൾ ആയിരുന്നോ? രാഷ്ട്രീയ ഭരണം അല്ല. സ്പ്രെഡ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ വ്യാപനം അല്ല. കൺട്രോൾ ഓഫ് സ്പൈസ് ട്രേഡ്, കൺട്രോൾ ഓഫ് സ്പൈസ് ട്രേഡ്, സുഗന്ധ വ്യഞ്ജനങ്ങളും വ്യാപാരം നിയന്ത്രിക്കുക. 20ന്റെ ആൻസർ സി ആണ്. സി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞുള്ളത്. അപ്പം എന്നിട്ട് നമുക്ക് ടോപ്പിക് വൈസിലേക്ക് മാറാം. ടോപ്പിക് വൈസ് ജസ്റ്റ് ഒരു ഷിഫ്റ്റ് ആവാം. പോർച്ചുഗീസ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഹൂ വാസ് അപ്പോയിന്റഡ് ആസ് ദ ഫസ്റ്റ് വൈസ്രോയ് ഓഫ് പോർച്ചുഗീസ് ഇന്ത്യ? പോർച്ചുഗൽ ഇന്ത്യ ആദ്യ വൈസ്രോയി ആയി നിയമിക്കപ്പെട്ടത് ആര്? വാസ്കോഡഗാമയാണോ? അല്ല. പെഡ്രോ ആൽവസ് കബ്രൽ അല്ല. ഇയാള് നമുക്ക് 10ല് അതായത് SLCയില് പഠിക്കാനുണ്ട്, 4th ചാപ്റ്ററിൽ. അപ്പം ഇത് അല്ല. ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അതെ, നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ഒരു വൈസ്രോയുടെ പേര്, പോർച്ചുഗീസ് വൈസ്രോയ് ആരായിരുന്നു? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഓർത്ത് വെക്കുക. FDA ആണ് പോർച്ചുഗലിന്റെ ആദ്യത്തെ ഇന്ത്യയിലുള്ള വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. വിച്ച് പോർച്ചുഗീസ് ഗവർണർ ക്യാപ്ചേർഡ് ഗോവ ഇൻ 1510? ഗോവ പിടിച്ചടക്കിയ പോർച്ചുഗീസ് ഗവർണർ ആര്? ഗവർണർ ആരാണടാ? വാസ്കോഡഗാമ അല്ല, ഫ്രാൻസിസ്കോ ഡി അൽമേഡ അല്ല, അഫോൺസോ ഡി അൽബുക്കാർക്ക്. അൽഫോൺസോ ഡി അൽബുക്കാർ. AD സാറ് ഓർത്താതിടാ, എന്നെ ഓർത്താതി. ADA എന്നെ ഓർത്താൽ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കിട്ടും. ഫ്രാൻസിസ്കോ ഡി അൽബുക്കാർ. ADA ഫ്രാൻസിസ്കോ ഡി അഫോൺസോ ഡി അൽബുക്കാർ. ഫ്രാൻസിസ് അല്ല, അഫോൺസോ ഡി അൽബുക്കാർ. നിങ്ങൾക്ക് എന്നെ ഓർത്താൽ, ADനെ ഓർത്താൽ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കിട്ടും. അപ്പം സിമ്പിൾ ആണല്ലോ. ഇതൊക്കെ എന്ത് അല്ലേ? ഇനി ഇതിനും ഏറെ നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. വാട്ട് വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ പോർച്ചുഗീസ് നേവൽ പോളിസി? പോർച്ചുഗീസുകാരുടെ നാവിക നയത്തിന് പ്രധാന ലക്ഷ്യം എന്തായിരുന്നു?
പ്രൊട്ടക്ട് ഇന്ത്യൻ റൂളേഴ്സ് അല്ല. ആണോ? ആലോചിക്കടാ. അല്ല, ഒരിക്കലും ആവൂല. അഗ്രികൾച്ചർ അല്ല, സ്കൂൾസ് അല്ല, ഒന്നുമല്ല. എന്താണ്? ഒരൊറ്റ കൺസെപ്റ്റ്, മൊണോപ്പൊളി ഓവർ സ്പൈസ്, മൊണോപ്പൊളി ഓവർ സീ ട്രേഡ്. കടൽ വ്യാപാരത്തിന്റെ ഏകാധിപത്യം നേടുക എന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു പോർച്ചുഗീസുകാർക്ക് ഉണ്ടായിരുന്നത്. വിച്ച് ഫോർട്ട് ബിക്കെയിം സെന്റർ ഓഫ് പോർച്ചുഗീസ് പവർ ഇൻ കേരള? കേരളത്തിലെ ഏത് കോട്ടയാണ് നമ്മുടെ പോർച്ചുഗീസിന്റെ ശക്തിയായി മാറിയിട്ടുള്ളത്? കേരളത്തിലെ പോർച്ചുഗീസ് ശക്തിയുടെ പ്രധാന കേന്ദ്രമായ കോട്ട ഏത്? 24ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് നോക്കേണ്ടത് ഏതാണ്? ബേക്കൽ ഫോർട്ട് ആണോ? ഫോർട്ട് ഇമ്മാനുവൽ കൊച്ചിയിലുള്ളതാണോ? പാലക്കാട് ഫോർട്ട്, തലശ്ശേരി ഫോർട്ട്? ഏതാണ്? ഫോർട്ട് ഇമ്മാനുവൽ, കൊച്ചിൻ ഫോർട്ട് ആണല്ലേ? കൊച്ചിൻ ഫോർട്ട്, ഫോർട്ട് ഇമ്മാനുവൽ. ഇനി അടുത്തത് ഡച്ച്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഫ്രഞ്ച് ടോപ്പിക്. ഈ ടോപ്പിക് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. വിച്ച് പവർ എസ്റ്റാബ്ലിഷ് ദ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഏത് രാജ്യമാണ് എന്ന് ചോദിക്കാൻ. നെതർലാൻഡ്സ് അല്ലേ? നെതർലാൻഡ്സ് ആണ് ഡച്ച്. ആടാ, നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞ, നെതർലാൻഡ്സ് ഈക്വൽ ടു ഡച്ച്, അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ഈക്വൽ ടു ബ്രിട്ടൻ, ഓർ ബ്രിട്ടീഷ് ഓർ ഇംഗ്ലീഷ്. ഈ 3 പേരിൽ അറിയപ്പെടുന്ന ഒരൊറ്റ രാജ്യമാണ് ഇത്. ആലോചിക്കുക, അത് ബ്രിട്ടൻ ആണേ. ഓക്കെ. ഇൻ വിച്ച് ഇയർ വാസ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏത്? 1498 ആണോ? ഒരിക്കലുമല്ല, 1600-ലാണ്. ആ ഓർത്തൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷ് ആലോചിക്കുക, ഇംഗ്ലീഷില് ആലോചിക്കുക. ഇതിലെണ്ണ 3, 6. ഇംഗ്ലീഷ് ഈ എച്ച് ഒഴിവാക്കിയത് 6 എണ്ണം ഉണ്ട്. ഫസ്റ്റ് ഒരു 1 ഇടുക, എന്നിട്ട് 6, 1600. അല്ലെങ്കിൽ നമുക്ക് വേറെതാ, വേറൊരു കോഡ് കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ENG 1600. ആലോചിക്കുക. ENG 1600. ENGക്ക് എത്രയാണ്? 1600 ആണ്. ENG 1600. ENGക്ക് എന്താണ്? 1600 ആണ് വാല്യൂ. ENG 1600 എന്ന് ആലോചിച്ച് വെക്കുക. ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലാവും. സിമ്പിൾ ടോപ്പിക്സ് ആണ്. അപ്പൊ അടുത്ത്, ദ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫൗണ്ടഡ് ബൈ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതാരാണ്? കമ്പനി സ്ഥാപിതമായ ഏത് വർഷമാണ്? 1600 ആണോ? അല്ല. കാരണം എന്താണ്? 1600-ല് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് വന്നത്. പിന്നെ നിൽക്കും. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് വന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതിന് ശേഷം 27ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 27ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്നത് 1602 ആണോ? അല്ല, 1664 കറക്റ്റ് ആൻസർ. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത് 1664 മറന്നുപോലെ. 28ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് യൂറോപ്യൻ കമ്പനി ഫൈനലി എമേർജ്ഡ് ആസ് സ്ട്രോങ്സ്റ്റ് പൊളിറ്റിക്കൽ പവർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ അവസാനം ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ശക്തിയായി മാറിയ യൂറോപ്യൻ കമ്പനി ഏതാണ്? 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ. പോർച്ചുഗീസ് പോയി, ഡച്ച് പോയി, ഫ്രഞ്ച് പോയി, ഇംഗ്ലീഷ് മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ
കമ്പനി കമ്പനി ഓക്കെ, ക്ലിയർ ആണല്ലോ. വിച്ച് ബാറ്റിൽ എൻഡഡ് ദ ഫ്രഞ്ച് ഡ്രീം ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ആൻ എംപയർ ഇൻ ഇന്ത്യ? ഏത് വാറാണടാ, ഏത് വാറാണ് ഇവരുടെ ഈ ഫ്രഞ്ചുകാരുടെ സാമ്രാജ്യമോഹം, ഇന്ത്യക്ക് മേലുള്ള സാമ്രാജ്യമോഹം അവസാനിപ്പിച്ച ഏത് വാറാണ്? നോക്കുക, 29ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്ലാസി യുദ്ധമാണോ? അല്ല. ബാറ്റിൽ ഓഫ് ബക്സ അല്ല. പാനിപ്പത്ത് അല്ല. വണ്ടിവാഷ് അഴുക വണ്ടി വാഷ് ചെയ്യാൻ ഫ്രാൻസ്. വണ്ടി വാഷ് ഫ്രാൻസ് ആണ്. വണ്ടി കഴുകാൻ ഫ്രാൻസ് ആണ്. ടോപ്പിക് മൈസൂർ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ മൈസൂർ റെസിസ്റ്റൻസിലേക്ക് നമുക്ക് കടക്കാം. ഹു ഫൗണ്ടഡ് ദ മോഡേൺ മൈസൂർ മിലിറ്ററി സിസ്റ്റം? ആധുനിക മൈസൂർ സൈന്യ സംവിധാനം അടിത്തറ പാകിയത് ആര്? ടിപ്പു സുൽത്താൻ ആണോ? അല്ല, ഹൈദർ അലി. ആട് 3 സിനിമ ഒന്ന് കാണുക. നിങ്ങൾ ഈ ഒരു ടോപ്പിക് പഠിക്കുമ്പം ആട് 3 സിനിമ മസ്റ്റ് വാച്ച് ആണ്. ആട് 3 സിനിമ മസ്റ്റ് വാച്ച് ആണ്. അതില് വരുന്നുണ്ട്, ഹൈദർ അലി ഉണ്ട്, എല്ലാം ഉണ്ട്. ആട് 3 കണ്ടേ പറ്റൂ. ഈ ഒരു ടോപ്പിക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ടിപ്പു സുൽത്താൻ വാസ് പ്രൗഡ്ലി നോൺ ആസ്? ടിപ്പു സുൽത്താൻ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ടൈഗർ ഓഫ് മൈസൂർ, മൈസൂരിന്റെ കടുവ. കറക്റ്റ് ആണ്, അതൊന്നും പ്രശ്നമില്ല. വിച്ച് ട്രീറ്റി എൻഡഡ് തേർഡ് ആംഗ്ലോ മൈസൂർ വാർ? 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? ഉടമ്പടിയാണ് നമ്മളോട് ചോദിച്ചത്. ട്രീറ്റി ഓഫ് അലഹാബാദ് ആണോ? അല്ല. ട്രീറ്റി ഓഫ് അലഹാബാദ് അല്ല. ബാംഗ്ലൂർ ഉടമ്പടി അല്ല. ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈ ഒരു ഉടമ്പടിയാണ് നമ്മൾ ഈ ഒരു വാർ അവസാനിപ്പിച്ച ഉടമ്പടി. ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. എനിക്ക് തോന്നുന്നത് 9ലോ 8ലോ ഏതോ ഒരു ഇതിൽ പഠിക്കാനുണ്ട്. 8 തന്നെയാണെന്ന് തോന്നുന്നു. 9 അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. വേർ ഡിഡ് ടിപ്പു സുൽത്താൻ ഡൈഡ്? ടിപ്പു സുൽത്താൻ മരണമടഞ്ഞത് എവിടെയാണ്? ടിപ്പു സുൽത്താൻ മരണമടഞ്ഞത്? പ്ലാസിയിലാണോ? അല്ല. ഗോവയല്ല. ശ്രീരംഗപട്ടണം. അപ്പൊ ഞാൻ 2 കാര്യം പറഞ്ഞിടാം. തേർഡ് ഡൈഡ് ശ്രീരംഗ. തേർഡിലും അതുപോലെ തന്നെ 4th ഡൈ ചെയ്ത സ്ഥലം എവിടെയാണ്? ശ്രീരംഗപട്ടണമാണ്. മറന്നു പോകരുത്. ഓക്കെ. വിച്ച് യൂറോപ്യൻ പവർ വാസ് ദ മെയിൻ എനിമി ഓഫ് ഹൈദർ അലി ആൻഡ് ടിപ്പു സുൽത്താൻ? ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താന്റെയും പ്രധാന യൂറോപ്യൻ ശത്രു ആര്? 34ാമത്തെ ക്വസ്റ്റ്യനില് പോർച്ചുഗീസുകാരാണോ? അല്ല. ഡച്ചുകാരാണോ? അല്ല. ബ്രിട്ടീഷുകാരാണ്. ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഒക്കെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. വിച്ച് ഇന്നോവേഷൻ ഈ അസോസിയേറ്റഡ് വിത്ത് ടിപ്പു സുൽത്താൻ ആർമി? ടിപ്പു സുൽത്താൻ ആർമി സൈന്യവുമായി ബന്ധപ്പെട്ട പ്രധാന സാങ്കേതിക വിദ്യ ഉണ്ട്? സ്റ്റീം എഞ്ചിൻ അല്ല. ഇരുമ്പ് പൊതിഞ്ഞ റോക്കറ്റുകളാണ്. മെഷീൻ ഗണ്ണും ടാങ്കും അല്ല. അതൊന്നും ആ ടൈമിൽ ഇൻവെന്റഡ് അല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അറിവോട് ഞാൻ പറഞ്ഞ ഫസ്റ്റ് എവർ റോക്കറ്റ് ബിൽഡ് ഏതാണ്? ടിപ്പു സുൽത്താൻ. അത് ഇന്ത്യയിലാണ് ഫസ്റ്റ് റോക്കറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അറേഞ്ച് ദ ഫോളോവിങ് ഇവന്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലക്രമത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം ബാറ്റിൽ ഓഫ് പ്ലാസി എത്രാമതാ വരിക? ബാറ്റിൽ ഓഫ് പ്ലാസി ആണോ ഫസ്റ്റ് വരിക? അല്ല, ഇത് 2ാമതാ. അല്ല, അത് നോക്കാം നമുക്ക് ഓപ്ഷൻ. ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ട്, വാസ്കോ ഡ ഗാമ റീച്ച്ഡ് ഇന്ത്യ, ബാറ്റിൽ ഓഫ് ബക്സാർ, കുണ്ട്ര പ്രൊക്ലമേഷൻ. അപ്പം ഇതിൽ ഫസ്റ്റ് വരിക ഇതാണ്, വാസ്കോ ഡ ഗാമ വന്നു. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പ്ലാസി. അത് കഴിഞ്ഞ് 3rd ആണ് ബാറ്റിൽ ഓഫ് ബക്സാർ. 4th കുണ്ട്ര പ്രൊക്ലമേഷൻ. അപ്പം ഇത് 2ാമത്തത് ഫസ്റ്റ് ആണ്. ഈ ഒരു ഓർഡർ ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. അറേഞ്ച് ദ ഫോളോവിങ് റൂളേഴ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ.
താഴെ പറയുന്ന ഭരണാധികാരികളെ കാലക്രമത്തിൽ എന്താണ് ക്രമീകരിക്കുക എന്നുള്ളതാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹൈദരലിയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഹൈദരലി ആണോ ഫസ്റ്റ്? അതെ. സെക്കൻഡ് ടിപ്പു സുൽത്താനാണ്, കറക്റ്റ് ആണ്. പഴശ്ശിരാജ, 4 പേര് തമ്പിതളവ. 4 കറക്റ്റ്, ഫസ്റ്റ് ആൻസർ ആണ്, കറക്റ്റ് ആണ്. അറേഞ്ച് ദ ഫോളോയിങ് യൂറോപ്യൻ പവർ അക്കോർഡിംഗ് ടു ദ അറൈവൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ക്രമത്തിൽ യൂറോപ്യൻ ശക്തികൾ ക്രമീകരിക്കുക. അപ്പം ഞാൻ പറഞ്ഞ കോഡ് നോക്കാം. പോഡ ബി ഫ്രൈ. പോർച്ചുഗീസ് ആണ്. ഡച്ച് ആണ്. ഫ്രഞ്ച് ആണ്. ഇംഗ്ലീഷ് ആണ്. അല്ല, സോറി 3 ഇതാണ്, 4 ഇതാണ്. അപ്പൊ ഒന്നാമത്തെ തന്നെയാണ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് റിവോൾട്ട് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. താഴെ പറയുന്ന കലാപങ്ങൾ ക്രമത്തിൽ ക്രമീകരിക്കുക. അപ്പൊ ഫസ്റ്റ് സാന്താൾ കൊടുത്തിട്ടുണ്ട് ഇൻഡിഗോ, പഴശ്ശി റിവോൾട്ട്, വേലുത്തമ്പി ദളവ. അപ്പം നമുക്ക് ആദ്യം ഏത് റിവോൾട്ടാണ്? പഴശ്ശി റിവോൾട്ടാണ്. ഫസ്റ്റ് റിവോൾട്ട് പഴശ്ശി റിവോൾട്ടാണ്. സെക്കൻഡ് റിവോൾട്ട് വേലുത്തമ്പി ദളവ റിവോൾട്ടാണ്. കാലക്രമത്തിൽ വരികയാണ്. തേർഡ് ഏതായിരിക്കും? സാന്താളും. ഫോർത്ത് ലാസ്റ്റ് ആണ് ഇൻഡിഗോ റിവോൾട്ട്. അപ്പം ഏതന്നെയാണ്? അറേഞ്ച് ദ ഫോളോയിങ് ബാറ്റിൽ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. താഴെ പറയുന്ന യുദ്ധങ്ങൾ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ബാറ്റിൽ ഓഫ് ക്ലാസി ഉണ്ട് ഒന്നാമത്. അത് കഴിഞ്ഞ ബാറ്റിൽ ഓഫ് വാൻകിവിച്ച് ഉണ്ട്. ബാറ്റിൽ ഓഫ് ബക്സാർ ഉണ്ട്. ആംഗ്ലോ മൈസൂർ ഫോർത്ത് വാർ ആണ്, അത് ഫോർത്ത് ആയിട്ട് തന്നെ ഉണ്ട്. ഏതന്നെയാണ് ആൻസർ? അറേഞ്ച് ദ ഇവന്റ് ഇൻ ഓർഡർ. താഴെ പറയുന്ന സംഭവങ്ങൾ ശരിയായ ക്രമത്തിൽ ക്രമീകരിക്കുക. ഗോവ ക്യാപ്ചേർഡ് ബൈ പോർച്ചുഗീസ്. വാസ്കോ ഡി ഗാമ ലാൻഡ് അടക്ട് കാപ്പാട്. ഫസ്റ്റ് അന്നേരം ഏതാ? ഫസ്റ്റ് ഇതാണ്, മറന്നുപോയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ്. അപ്പൊ 1 ഇതാണ്. 1, 2, 3 തന്നെ 4. അപ്പം ഈ ഒരു ഓർഡർ വരുന്ന ക്വസ്റ്റ്യൻ എ ആണ്. അപ്പം അതും കറക്റ്റ് ആയേ. അപ്പം മാച്ച് ദ ഫോളോവിങ്. ഫസ്റ്റത്തെ ഒരു മാച്ച് ദ ഫോളോവിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ് പറഞ്ഞത്. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തമ്മിൽ നമുക്ക് മാച്ച് ചെയ്യാം. ലിസ്റ്റ് 1 വാസ്കോ ഡി ഗാമ, വേലുത്തമ്പി ദളവ, പഴശ്ശിരാജ, ടിപ്പു സുൽത്താൻ, കുണ്ടറ, കാപ്പാട്, വയനാട്, ശ്രീരംഗപട്ടണം. അപ്പം വാസ്കോ ഡി ഗാമ കാപ്പാട്, വേലുത്തമ്പി ദളവ, ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണം, പഴശ്ശി വയനാട്, വേലുത്തമ്പി ദളവ കുണ്ടറ. അപ്പം എ ആയിരിക്കും. 1 ബി ആണ്, 2 എ ആണ്, അതുപോലെ തന്നെ 3 സി തന്നെ, 4 ഡി കറക്റ്റ് ആണ്. അപ്പം മാച്ച് ദ യൂറോപ്യൻ പവേഴ്സ് വിത്ത് ദ യൂറോപ്യൻ ശക്തികളും വ്യാപാര കമ്പനിയും യോജിപ്പിക്കുക. പോർച്ചുഗല്. ഒന്നാമത്തെ പോർച്ചുഗല് ഏതാണ്? അല്ല, ഇംഗ്ലണ്ട് നോക്കാം. രണ്ടാമത്തെ ഇംഗ്ലണ്ടിന് നമുക്ക് മാച്ച് ചെയ്യാം. ഇംഗ്ലണ്ട് ഏതാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണല്ലോ. ഓക്കെ. നെതർലാൻഡ്സ് ഏതാണ്? നെതർലാൻഡ്സ് VOC ആണ് നെതർലാൻഡ്സ്. ഒറ്റണ്ട. ഈസ്റ്റഡോ ഇന്ത്യ ആണ് ഫസ്റ്റത്തത്. ഒന്നാമത്തത് ഈസ്റ്റഡോ ഇന്ത്യ, ഇംഗ്ലണ്ട് 2. അപ്പം 1, 4 ബി 2 ബി 1 വരുന്ന ഏതുണ്ട്? ആകെ എ ഉള്ളൂ. അപ്പം എ തന്നെയാണ്. അപ്പൊ അറിയുന്നത് വെച്ച് നമ്മൾ മാച്ച് ചെയ്യുക. ചിലപ്പം അത് അതിന്റെ 2 എണ്ണം 3 എണ്ണം ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ ബുദ്ധിക്കാണ് ഇവിടെ മാർക്ക്. മാച്ച് ദ ലീഡേഴ്സ് വിത്ത് റെസിസ്റ്റൻസ്. നേതാവിനെ പ്രതിരോധത്തെയും യോജിപ്പിക്കും.
കുഞ്ഞാലി മരക്കാർ, നേവൽ റെസിസ്റ്റൻസ്. ഹൈദർ അലി, മൈസൂർ റെസിസ്റ്റൻസ്. വേലുത്തമ്പി, കുണ്ടള, പഴശ്ശിരാജ ഗൊറില്ല. A2. അപ്പം നമുക്ക് വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ എ ആണ്, ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ. അടുത്തത് ഈ 45-ാമത്തെ ക്വസ്റ്റ്യനും ഈ 46-ാമത്തെ ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിന്റെ ആൻസർ എന്താക്കുക, മെൻട്ര ലേണിംഗിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലാണുള്ളത്. അപ്പം ആ കമന്റ് ബോക്സ് ലിങ്ക് കയറുക. 45th ക്വസ്റ്റ്യനും 46th ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്യുക. വാട്സപ്പില് ഈ ഗ്രൂപ്പില് അതിന്റെ ആൻസർ പറയുക. ഇത് രണ്ടും മെൻട്ര ലേണിംഗ് NMMSന്റെ ഒരു ഫ്രീ ഗ്രൂപ്പാണ്, മെൻട്രന്റെ ഫ്രീ ഗ്രൂപ്പാണ്. അപ്പം അതിൽ കയറിയാൽ നിങ്ങൾക്ക് NMMSന്റെ കോച്ചിങ് ലഭിക്കുന്നതാണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ്. അപ്പം അതിൽ കയറുക, നിങ്ങൾ മാക്സിമം എന്താക്കുക ഇതിന്റെ ആൻസർ അതിൽ ചെയ്യാം. നാളെ ഇതിന്റെ ആൻസർ നമ്മൾ ആ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പം എല്ലാവരും മറക്കാണ്ട് ഇന്ന് രാത്രി 8 മണിക്ക് 8 മണിയായി ഉണ്ടാവില്ല, 10 മണിക്കകം ഇടുക. ഓക്കെ. അപ്പം നമുക്ക് NMMSുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തു. NMMSുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡൗട്ട് ക്ലിയറൻസ്, ഡെയിലി ക്വിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്താക്കുക, നിങ്ങൾ പഠിച്ചു തുടങ്ങുക, എപ്പോഴേ പഠിച്ചു തുടങ്ങുക. എല്ലാരെക്കാളും ഒരു സ്റ്റെപ്പ് മുൻപില് നിങ്ങൾ എത്തും. ഓക്കെ. അപ്പം എല്ലാവർക്കും ബൈ. അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.